മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിനെതിരെ നിന്ന മുഴുവൻ രാഷ്ട്രങ്ങളുടെയും ശക്തി തകർന്നു. അതോടൊപ്പം തന്നെ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിനെ അസ്തപ്രജ്ഞമാക്കി. അതുപോലെ സിറിയയിലെ റേഷ്യൻ ചേഞ്ച് വന്നു. അതുപോലെ ഹമാസ് തകർന്നടിഞ്ഞു, ഹിസ്ബുള്ള തകർന്നടിച്ചു. അതായത് ഇറാൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന് ചുറ്റും ഇറാൻ ഉണ്ടാക്കി വെച്ചിരുന്ന റിംഗ് ഓഫ് ഫയർ അത് പൂർണ്ണമായി തകർത്തു എന്ന് മാത്രമല്ല, ഇറാൻ എന്ന് പറഞ്ഞ രാഷ്ട്രത്തെ ശരിയായ രീതിയിൽ അസ്ഥിരപ്പെടുത്താനും കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ഞാൻ ഇസ്രായേൽ വാറ് ഒക്ടോബർ 7, 2023 ആരംഭിച്ചപ്പം അത് ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുകയും ഇസ്രായേൽ യുദ്ധം ആരംഭിക്കുകയും ചെയ്തപ്പോൾ ഒരു കാര്യം പറഞ്ഞു. ഇത് ലോക ചരിത്രത്തെ മാറ്റിമറിക്കുന്ന യുദ്ധമായിരിക്കും. ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിലെ സൂപ്പർ പവറായി ഇസ്രായേൽ മാറും. അതോടൊപ്പം തന്നെ ഇറാൻ ഉൾപ്പെടെയുള്ള ഭരണകൂടങ്ങൾ താഴെ വീഴും. ഇസ്രായേലിൻ്റെ അപ്രമാദത്തെ ചോദ്യം ചെയ്യാൻ ഇനി ആർക്കും കഴിയില്ല. ജെറുസലേം ടെമ്പിൾ പണിയും. അത് വളരെ കൃത്യമായിട്ട് ഞാൻ അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ഞാനൊരു ഇസ്രായേൽ വിഷയം ശ്രദ്ധിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇസ്രായേലിൻ്റെ യുദ്ധത്തെ സംബന്ധിച്ചുള്ള ചരിത്രം വായിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് മനസ്സിലായിട്ടാണ് ഞാനിപ്പം നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഞാൻ അന്ന് പറഞ്ഞ കാര്യം എത്രയോ ശരിയാണെന്ന്. ഈ ഹൈഫ യൂണിവേഴ്സിറ്റിയിലെ, ഇസ്രായേലിലെ ഹൈഫ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഡാൻ ഷിപ്റ്റൺ എന്ന് പറഞ്ഞ വേൾഡ് വൈഡായിട്ട് അംഗീകരിക്കുന്ന ഒരു അക്കാഡമീഷ്യനാണ് ഇദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ പലപ്പോഴും മിഡിൽ ഈസ്റ്റിലെ രാജാക്കന്മാരും അതുപോലെ തന്നെ മറ്റാളുകളൊക്കെ സ്വീകരിക്കുന്ന വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫസറാണ്. ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ വീഡിയോകൾ നമുക്ക് കാണാം. ഇദ്ദേഹത്തിന് ഈ കഴിഞ്ഞ ഒരു 5-8 ദിവസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹവുമായി ഒരു ബ്രിട്ടീഷുകാരനായിട്ടുള്ള ഒരാൾ നടത്തിയ ഇൻ്റർവ്യൂ ആണിത്. ഈ ഇൻ്റർവ്യൂവിൽ ഇദ്ദേഹം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ശകലം നിങ്ങളെ കേൾപ്പിച്ചിട്ട് ഞാൻ അതിൻ്റെ വിശദമായ ഇതിലേക്ക് വരാം. Very challenging reality, regional reality, where Israel was strong, but because of a very sophisticated Iranian strategy, the Iranians could build around Israel something that made it very difficult for Israel, and they themselves were not hurt. And this is what we confronted two years ago. Sinwar gave us the opportunity. Actually, he did us a favor, because had the Hamas in Gaza, the Hezbollah in Lebanon, Assad in Syria, and Iran from Tehran, had they joined together and in a coordinated plan attacked Israel, we would have been in a very difficult situation. It was very convenient for us that we could start with Hamas in the Gaza Strip, then proceed to Lebanon, and after we demolish a large part of the power of Hamas, and then we demolish Hezbollah in Lebanon, and then the Syrian regime falls, and then we have an open pass to Tehran, then we confront the Iranians. It could not. ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ മുഴുവൻ കേൾപ്പിക്കാൻ കഴിയില്ല. എന്നാലും ഇദ്ദേഹം പറഞ്ഞ ഒരു പ്രധാന പോയിന്റ്, ഈ പറഞ്ഞ സിൻവാർ ഇസ്രായേലിനൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഉണ്ടാക്കിക്കൊടുത്തത് ഒക്ടോബർ 7 ആക്രമണത്തിലൂടെ. ആ ഓപ്പർച്യൂണിറ്റിയിലൂടെ ഇസ്രായേൽ ആദ്യം കുറേ ഏറെ പ്രതിസന്ധികളെ നേരിട്ടെങ്കിലും പിന്നീട് ഇസ്രായേലിൻ്റെ വൈബ്രൻ്റ് ആയിട്ടുള്ള നിലപാടുകളും അതോടൊപ്പം തന്നെ അവരുടെ മിലിറ്ററി പവറും കൊണ്ട് അവർ പൂർണ്ണമായും മധ്യപൂർവ്വദേശത്ത് അവരുടെ അപ്രമാദിത്യം കൊണ്ടുവന്നതാണ് പ്രൊഫസർ ഡാൻ ഷിപ്റ്റൺ പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ കാണേണ്ടവർക്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ അടിയിൽ അതിൻ്റെ ലിങ്ക് ഇടാം. വളരെ വിശദമായി ഈ വിഷയം പഠിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ ഒരു പ്രധാനമായി അദ്ദേഹം പറയുന്ന ഒരു പ്രധാന പോയിൻ്റ് എന്ന് പറയുന്നത്, മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിനെതിരെ നിന്ന മുഴുവൻ രാഷ്ട്രങ്ങളുടെയും ശക്തി തകർന്നു. അതോടൊപ്പം തന്നെ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിനെ അസ്തപ്രജ്ഞമാക്കി. അതുപോലെ സിറിയയിലെ റേഷ്യൻ ചേഞ്ച് വന്നു. അതുപോലെ ഹമാസ് തകർന്നടിഞ്ഞു, ഹിസ്ബുള്ള തകർന്നടിച്ചു. അതായത് ഇറാൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന് ചുറ്റും ഇറാൻ ഉണ്ടാക്കി വെച്ചിരുന്ന റിംഗ് ഓഫ് ഫയർ അത് പൂർണ്ണമായി തകർത്തു എന്ന് മാത്രമല്ല, ഇറാൻ എന്ന് പറഞ്ഞ രാഷ്ട്രത്തെ ശരിയായ രീതിയിൽ അസ്ഥിരപ്പെടുത്താനും കഴിഞ്ഞു. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇത് ഒരാഴ്ച മുമ്പുള്ള ഇൻ്റർവ്യൂ ആണ്. അപ്പം അതിനുശേഷം ഇന്ന് ഇറാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം 40ഓളം ആളുകൾ മരിച്ചു എന്നാണ് നിലവിലുള്ള ഇൻ്റർനാഷണൽ ന്യൂസുകൾ പറയുന്നത്. അൽ ജസീറ തന്നെ ഇന്ന് രാവിലത്തെ ന്യൂസിൽ പറഞ്ഞത് 10 ആളുകൾ മരിച്ചു. കലാപം പൊട്ടിപ്പടരുകയാണ്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് പല രീതിയിലും അവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ട് ആ ഫോഴ്സ് പോലും ഫലപ്രദമായി അപ്ലൈ ചെയ്യാൻ ഗവൺമെൻറ് കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ ഇറാൻ ഭയങ്കരമായി ഡീസ്റ്റെബിലൈസ് ചെയ്തു. അതോടൊപ്പം തന്നെ
ഖുമൈനി റഷ്യയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അന്ന് ഈ യുദ്ധം ആരംഭിച്ചപ്പോൾ തന്നെ ഇസ്രായേലിൻ്റെ യുദ്ധചരിത്രം വായിച്ചിട്ടുള്ള ഏതൊരാൾക്കും അറിയാം ഇസ്രായേൽ ഒരിക്കലും യുദ്ധത്തിൽ നിന്ന് പരാജയപ്പെട്ട് പുറകോട്ട് പോകില്ല. കാരണം ഈ ഡാൻ ഷിപ്റ്റൺ പറയുന്ന ഏറ്റവും പ്രധാന ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അതാണ് ഈ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചത്. അദ്ദേഹം പറയുന്നത് ഈ ഇസ്രായേൽ 1948 രൂപം കൊണ്ടതിന് ശേഷം ഈ അറബ് വേൾഡിന് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കേഴ്സ് ചെയ്തുകൊണ്ട് അതിനെ ശപിച്ചുകൊണ്ട് എല്ലാത്തരം പ്രശ്നങ്ങളുടെയും കാരണം ഇസ്രായേലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെതിരെ ഈ അറബ് നാഷൻസിനെ കേന്ദ്രീകരിക്കാനും ഇസ്രായേലിനെ ആക്രമിക്കാനും അവർക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ അതിൻ്റെ കിങ് പിൻ എന്ന് പറയുന്നത് എൻ്റെ കുന്തമുന എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈജിപ്റ്റായിരുന്നു. 1973 നടന്ന യുദ്ധത്തിന് ശേഷം പിന്നീട് ഇസ്രായേൽ ഒരു വലിയ യുദ്ധത്തിലേക്ക് പോയിട്ടില്ലെന്നാണ് ഈ ഡാൻ ഷിപ്റ്റൺ പറയുന്നത്. അതിൻ്റെ കാരണം അന്നാണ് ഒരു വലിയ യുദ്ധം നടന്നത്. ആ യുദ്ധത്തിൽ ഇസ്രായേലിന് ഭയങ്കരമായി പരിക്കേറ്റെങ്കിലും ഇസ്രായേൽ ആ പിന്നീടുള്ള തിരിച്ചടിയിൽ ഏരിയൽ ഷറോൺ എന്ന് പറഞ്ഞ ജനറലിൻ്റെ നേതൃത്വത്തിലുള്ള തിരിച്ചടിയിൽ ഈജിപ്തിനെ നാമാവശേഷമാക്കി. അതോടുകൂടി ഈജിപ്തിൻ്റെ ഒരു കാര്യം മനസ്സിലായി, ഈ അറബ് വേൾഡിൻ്റെ ശക്തി കൊണ്ട് ഇസ്രായേലിനെ തകർക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കുകയും 1979 അൻവർ സദാത്ത് ഈ ഇസ്രായേലുമായി പീസ് എഗ്രിമെൻറ്റ് വെച്ചതോടുകൂടി ഈ പറഞ്ഞ അറബ് വേൾഡിൻ്റെ മുഴുവൻ ഗ്രിപ്പും നഷ്ടപ്പെട്ടെന്നാണ് ഡാൻ ഷിപ്റ്റൺ പറയുന്നത്. അദ്ദേഹം നന്നായി പൊളിറ്റിക്കൽ അനലൈസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതിനുശേഷം സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഇറാനും അതുപോലെ തന്നെ ഈ പറഞ്ഞ ആ 79 എഗ്രിമെൻറ്റിന് ശേഷം പിന്നീട് ഈ ലെബനോനിലേക്ക് കടന്നു കയറാനും ബെയ്റൂട്ട് പിടിക്കാനും ഒക്കെ ഇസ്രായേലിന് കഴിഞ്ഞു. സിറിയനെ കൺട്രോൾ ഇറാഖിലെ ആണവ സമ്പുഷ്ടീകരണത്തെ തടയാൻ കഴിഞ്ഞു. സിറിയയിലെ അത്തരം വരുന്ന പ്രവർത്തനങ്ങളെ തടയാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ചുറ്റുപാടും ഉണ്ടായിരുന്ന ഇസ്രായേലിനെതിരെ നിന്ന എല്ലാ ശക്തമായ രാഷ്ട്രങ്ങളെയും തകർത്തെറിയാൻ 1979 ഈ പീസ് എഗ്രിമെൻറ്റ് വന്നതിന് ശേഷം ഇസ്രായേലിന് കഴിഞ്ഞു. ഇസ്രായേലിന് കിട്ടിയ ഏറ്റവും വലിയൊരു നേട്ടമായിരുന്നു അതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുശേഷം അദ്ദേഹം പറയുന്നത് ഈ യുദ്ധത്തിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഈ യുദ്ധത്തിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ മൈറ്റി ഫോഴ്സിൻ്റെ ശക്തി ലോകത്തെ കാണിച്ചു കൊടുക്കുകയും അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റിൽ ഇനി ഇസ്രായേലിനെ ആർക്കും ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത തരത്തിൽ എത്തപ്പെടുകയും ചെയ്തു. ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ അടിച്ചതോടുകൂടി അത് യഥാർത്ഥത്തിൽ അറബ് വേൾഡ് തന്നെ ശരിയായ അർത്ഥത്തിൽ ഭയപ്പെട്ടു. അതിനുപരി ഖത്തറിനെ ആക്രമിച്ചതോടുകൂടി ഖത്തറിന് ഒരു അപ്രമാദിത്യം തകർന്നു. അതുപോലെ തന്നെ അറബ് വേൾഡിൽ തന്നെ ഇദ്ദേഹം പറയുന്ന ഈ അറബ് വേൾഡിലെ തന്നെ ഏറ്റവും വലിയ ഒരു ചിന്ത എന്ന് പറയുന്നത് ഈ അറബ് രാജ്യത്ത് പൂർണ്ണമായും ഈ ഇസ്ലാമിക് ബ്രദർഹുഡിൻ്റെ പ്രവർത്തനത്തിലൂടെ ഈ അറബ് ഭരണകൂടങ്ങളെ താഴെ വീഴിക്കാൻ ഇസ്ലാമിക് ബ്രദർഹുഡ് ശ്രമിക്കുന്നു എന്നുള്ള ഭയം ഈ അറബ് രാജ്യങ്ങൾ, സൗദി അറേബ്യ, അതുപോലെ തന്നെ മറ്റ് ജോർഡാന്, അതുപോലെ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾ എല്ലാവർക്കും തന്നെ കിങ് റൂൾസ് ഉള്ള രാജ്യങ്ങളെല്ലാം ഈ രാജഭരണമുള്ള രാജ്യങ്ങളെല്ലാം തന്നെ അവർക്ക് ഭയപ്പെടാൻ തുടങ്ങി. ആ ഭയപ്പെടാൻ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായും അവർ ഈ ഇസ്രായേലിനെ ഉള്ളുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. പ്രത്യക്ഷത്തിൽ ഈ അറബ് ജനത മുഴുവൻ തന്നെ ഇസ്രായേലിനെതിരാണ്. അവരുടെ സമൂഹം മുഴുവൻ, അതായത് അറബ് പീപ്പിൾ മുഴുവൻ ഇസ്രായേലിനെതിരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരിക്കൽ ഈ ജോർദാൻ്റെ കിങ് ഈ ഡാൻ ഷിപ്റ്റനെ വന്ന് കണ്ടിട്ട് ഞാൻ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ ഈ ഡാൻ ഷിപ്റ്റൻ എന്ന് പറഞ്ഞ രാഷ്ട്രീയ ചിന്തകൻ പ്രൊഫസർ പറഞ്ഞു കൊടുത്ത് രാവിലെ 3 പ്രാവശ്യം എഴുന്നേറ്റിട്ട് ഇസ്രായേലിനെ ശപിച്ചോളണം, 3 പ്രാവശ്യം ഇസ്രായേലിനെ കേസ് ചെയ്യുക. അതിനുശേഷം വൈകുന്നേരം ആകുമ്പം ഇറാനിൽ വരുന്ന മിസൈൽ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി എയർഫോഴ്സിനെ ഉപയോഗിക്കുക. അപ്പം ഇസ്രായേലിനെതിരെ വരുന്ന മിസൈൽ ഡിഫെൻഡ് ചെയ്യാൻ എയർഫോഴ്സിനെ ഉപയോഗിക്കുക. അതോടൊപ്പം തന്നെ ഇസ്രായേലിനെ രാവിലെ 3 ദിവസം ശപിക്കുക. എൻ്റെ കാരണം താങ്കളുടെ ജനങ്ങൾ മുഴുവൻ തന്നെ, ജനങ്ങളിൽ ഭൂരിപക്ഷത്തിനെയും ഉള്ളതെന്ന് പറയുന്നത് ഇസ്രായേലിനെതിരാണ്. അതുപോലെ തന്നെ അറബ് വേൾഡിൻ്റെ മനസ്സതാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് ഈ പറയുന്ന ഇസ്രായേൽ ജയിക്കുകയും ഈ ഹമാസ് തോൽക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമായി അറബ് വേൾഡിൻ്റെ ആവശ്യമാണ്. അല്ലെങ്കിൽ അവിടെയെല്ലാം ബ്രദർഹുഡിൻ്റെ വളർച്ചയാണ് ഉണ്ടാകുന്നത്. അത് ഇവരുടെ ഭരണകൂടങ്ങളെ തന്നെ തകർക്കും. ആ സാധ്യത മനസ്സിലാക്കി ഇസ്രായേലിനെ ഇന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് കൂടുതലുള്ള അറബ് ലോകത്ത്. അതുപോലെ ഈ ഇറാനിൽ വന്ന തിയോക്രാറ്റിക് ഗവൺമെൻറ്, നമ്മൾ ഇതിൻ്റെ അകത്ത് ഇന്നിപ്പം ഈ ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തെ നമ്മൾ വിലയിരുത്തുന്നുണ്ട്. ഇറാനിൽ വന്നിരിക്കുന്ന തിയോക്രാറ്റിക് ഗവൺമെൻറ് അത് 1979 വന്നു. നമുക്കൊരു കാര്യം മനസ്സിലാകേണ്ടത്, ഒരു തിയോക്രാറ്റിക് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരുപാട് കാലം ഒരു രാജ്യത്ത് നിലനിൽക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇന്ത്യ ഒരു തിയോക്രാസിയിലേക്ക് പതിയെ മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ തരത്തിലൊരു ഇപ്പം യൂറോപ്പിൽ തിയോക്രാറ്റിക് ഗവൺമെൻറ്റുകൾ ഇഷ്ടംപോലെ ഉണ്ടാണ്. അതെല്ലാം തകർന്നടിഞ്ഞിട്ടാണ് ജനാധിപത്യം വളർന്നു വന്നത്. അതുപോലെ തിയോക്രാറ്റിക്സ് ആയിട്ടുള്ള, അതായത് ഈ പറഞ്ഞ ഈ മതങ്ങളുടെ മുൻകൈയിലുള്ള, ക്ലറിക്സുകളുടെ മുൻകൈയിലുള്ള
ഒരു ഗവൺമെൻറ്റിനും കാലഘട്ടത്തെ അതിജീവിക്കാൻ കഴിയില്ല, ജനങ്ങളുടെ വികാരം ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം ഒരു മതം എന്ന് പറയുന്നത് എപ്പോഴും ആ മതത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്നവരുടെ മാത്രമാണ് അതിനെ ആ മതം കൺസിഡർ ചെയ്യുന്നത്, അല്ലാതെ മതത്തിന് പുറത്തുള്ള മനുഷ്യരെ അവർ കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമിക ലോകത്തിൻ്റെ ഇസ്ലാമിക ബ്രദർഹുഡിൻ്റെ പരാജയമാണ് യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിൽ നമ്മൾ കാണാൻ തുടങ്ങിയത്. അതുപോലെ ഇപ്പം ഈ പറഞ്ഞ ഈ അറബുകൾക്ക് വേണ്ടത് യഥാർത്ഥത്തിൽ ഒരു സ്ട്രോങ് ഇസ്രായേലാണ്. അതിൻ്റെ കാരണം അവർക്കവിടെ ഒരു സ്ട്രോങ് ഇസ്രായേൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബ്രദർഹുഡിനെ പ്രതിരോധിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ പ്രതിരോധിച്ചാൽ മാത്രമേ ഈ അറബ് ഗവൺമെൻറ്റുകൾക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ഒരു കാരണവശാലും ഈ പറയുന്ന ഇസ്രായേൽ തകർന്നു പോകാൻ ഒരു അറബിലെ ഒരു സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ്റും ആഗ്രഹിക്കുന്നില്ലെന്ന് മാത്രമല്ല, അവർ ഇസ്രായേലിനെ വേണ്ട വിധം പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സംഭവിച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലിന് യുദ്ധങ്ങളെല്ലാം ഈസിയായിട്ട് വിജയിക്കാനും ഇസ്രായേൽ ഒരു ശ്രേഷ്ഠമായ കൺട്രിയായി ഇന്ന് വളർന്ന് വരാനും കഴിഞ്ഞിട്ടുണ്ട്. അത് ഇദ്ദേഹം പറഞ്ഞ ഈ ഡാൻ ഷിപ്റ്റൺ പറയുന്ന ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ അദ്ദേഹം വിചാരിച്ചിരുന്നു ഈ എന്നെങ്കിലും ഒരിക്കൽ ഈ ഇസ്രായേലീസ് എന്നോട് ഈ അറബ് വേൾഡ് ഒരു കാരുണ്യം കാണിക്കും. കാരണം എന്നെങ്കിലും ഒരിക്കൽ ഈ പറഞ്ഞ ഇസ്രായേലിനെ ഇവർ അംഗീകരിക്കുകയും അതുപോലെ തന്നെ ഇസ്രായേലിലെ ജനങ്ങളെ അവിടെ ജീവിക്കാൻ സമ്മതിക്കുന്ന ഒരു കാലം വരുമെന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ ഇദ്ദേഹം വിചാരിച്ചിരുന്നത്. പക്ഷേ ഒരു കാര്യം ഇദ്ദേഹത്തിന് വളർന്നു വന്നപ്പോൾ മനസ്സിലായി, ഇത് യഥാർത്ഥത്തിൽ മതപരമായ ഭ്രാന്താണ്. മതപരമായ ഭ്രാന്തിലൂടെ ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്യാൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഒരിക്കൽ പോലും അങ്ങനെ ഒരു കാരുണ്യം ഈ പറയുന്ന അറബിലെ ഈ പറയുന്ന വർഗീയവാദികളുടെ ഇടയ്ക്കുന്ന ഇസ്ലാമിക വർഗീയത ഭാഗത്ത് നിന്ന് കിട്ടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ ഇസ്ലാമിക തിയോക്രസിയെ സംബന്ധിച്ച് ഇദ്ദേഹം പറഞ്ഞ കാര്യം, ഇഫ് യു ഡോണ്ട് ഡിസ്ട്രോയ് ദ ബാർബേറിയൻസ് ദേ വിൽ ഡിസ്ട്രോയ് യു. ദ ബാർബേറിയൻസ് ആർ നോട്ട് ഈക്വൽ, ദേ ആർ ഇൻഫീരിയർ, യു നീഡ് ടു ബ്രേക്ക് ദം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് നിങ്ങൾ ഒരു ബാർബേറിയനോട്, ഒരു അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തോട് ഒരിക്കലും കാരുണ്യം കാണിക്കരുത്. കാരണം അത് നിങ്ങളെ തന്നെ ഇല്ലായ്മ ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരെ ഇല്ലായ്മ ചെയ്യൽ മാത്രമേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ അടിത്തറയിൽ പണിതുയർത്തിയിട്ടുള്ള ഈ ബ്രദർഹുഡ് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ, അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഹമാസ്, അതുപോലെ തന്നെ ചുറ്റും കിടക്കുന്ന ഹിസ്ബുള്ള, ഈ പറയുന്ന സാധനങ്ങളെല്ലാം തകർക്കുകയല്ലാതെ യാതൊരു മാർഗ്ഗവുമില്ല ഇസ്രായേലിന് സർവൈവ് ചെയ്യണം. അത് ഇസ്രായേൽ തകർക്കുക തന്നെ ചെയ്യും എന്നാണ് ഇദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും ഒക്കെ ഇടപെട്ട് യുദ്ധം അവസാനിപ്പിച്ചെങ്കിലും ഈ പറയുന്ന ഹമാസ് ഡിസാം ചെയ്യാതെ വരികയാണെങ്കിൽ, ഹമാസ് ഒരു കാരണവശാലും ആയുധം താഴെ വെച്ചാൽ ഇസ്രായേൽ വീണ്ടും യുദ്ധം സ്റ്റാർട്ട് ചെയ്യുകയും അവരെ ഡിസാം ചെയ്യുകയും അവരെ കൊന്നൊടുക്കുകയും ചെയ്യുമെന്നാണ് ഇദ്ദേഹം പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ തരത്തിൽ ഇസ്രായേലിൻ്റെ ഒരു അപ്രമാദത്തിലേക്ക് ഇത് പോകുന്നു. അതോടൊപ്പം തന്നെ ഇസ്ലാം എന്ന് പറയുന്ന ആശയത്തിൻ്റെ ഏറ്റവും മോശമായ മുഖം നമ്മൾ ഈ യുദ്ധത്തിൽ കാണുകയുണ്ടായി. കാരണം വെച്ചാൽ ഹമാസ് എന്തിനു വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത് വെച്ചാൽ ഇസ്ലാമിന് വേണ്ടിയാണ്. ഇസ്ലാമിൻ്റെ ലാൻഡ് സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. റിവർ ടു സീ എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ അള്ളാഹുവിൻ്റെ വഖഫാണ് എന്ന് പറഞ്ഞാണ് ആ വഖഫ് സംരക്ഷിക്കാനാണ് അവർ യുദ്ധം ചെയ്യുന്നത്. അവിടെ വേറൊരു മനുഷ്യരെ ഒരു ഇഞ്ച് സ്ഥലം, ഒരു ഇസ്രായേലിന് ഒരു ഇഞ്ച് സ്ഥലം കൊടുക്കില്ല എന്നുള്ള നിലപാടിലാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഇസ്ലാമിക കോൺസെപ്റ്റുകളെ മുഴുവൻ തകർന്നു പോയി എന്നാണ് പറഞ്ഞത്. അതിനുപരിയായിട്ട് ഈ യുദ്ധത്തോടു കൂടി സംഭവിച്ച ഈ സൊമാലിയ രണ്ടായി വിഭജിക്കാൻ പോകുന്നു. അതുപോലെ തന്നെ യമൻ രണ്ടായി വിഭജിക്കുന്നു. അതുപോലെ തന്നെ ലെബനിൽ അതിശക്തമായിട്ടുള്ള ഇസ്ലാമിക വിരുദ്ധ സർക്കാരുകൾ വരുന്നു. ലെബൻ എന്ന് പറഞ്ഞ ഡീസ്റ്റെബിലൈസ്ഡ് ആയി നിന്ന് ലെബനിൽ അതിശക്തമായ സർക്കാർ വരുന്നു. ആ സർക്കാർ ഹിസ്ബുള്ളയെ ഡിസാം ചെയ്യാൻ പോകുന്നു, ഡീമിലിറ്ററൈസ് ചെയ്യാൻ പോകുന്നു. ഈ സ്ഥിതികളെല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും ഈ സംഭവിച്ചേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇസ്രായേലിന് ഒരു വലിയ അപ്പർ ഹാൻഡ് കിട്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് നമ്മൾ വെനിസ്ലൈൻ സംഭവങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഈ ഇസ്ലാമിനോട് ചേർന്ന് നിൽക്കുന്ന ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ കൂടി ഈ പറയുന്ന ഈ ഇസ്ലാമിൻ്റെ പരാജയത്തോടെ കൂടി ലോകത്തിൻ്റെ ആ സർഫേസിൽ നിന്ന് പതിയെ തൂത്തുമാറ്റുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. അതായത് ഈ പണ്ട് ഇതിപ്പോൾ വേറൊരു ചരിത്രപരമായ ഒരു ഫാക്ടറും കൂടെ ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട്. ഈ നമ്മുടെ ജെറുസലേം ടെമ്പിൾ തകർക്കുമ്പം ആ ജെറുസലേം ടെമ്പിൾ തകർക്കുമ്പോൾ അന്നത്തെ യൂതരുടെ റൈറ്റ് വിങ്ങിൻ്റെ നേതാവിൻ്റെ പേര് ബെഞ്ചമിൻ യോഹന്നാൻ എന്നായിരുന്നു. ഈ ബെഞ്ചമിൻ യോഹന്നാന് അവസാനം ഈ ടൈറ്റസിൻ്റെ മുമ്പിൽ സറണ്ടർ ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം പുറകോട്ട് തിരിഞ്ഞ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള അയാളുടെ സഹ സോൾജേഴ്സിനോട് പറയുന്നൊരു വേർഡുണ്ട്, വി ഫോട്ട് വെൽ ബ്രദേഴ്സ്, സംതിങ് വി ബിലീവ്, സം ഡേ വി വിൽ ഫ്രീ എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ നന്നായി യുദ്ധം ചെയ്തു, നമ്മൾ
നമ്മൾ പരാജയപ്പെട്ടു, പക്ഷേ നമ്മൾ ഒരിക്കൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ ബെഞ്ചമിൻ യോഹന്നാൻ പറഞ്ഞ വാക്ക് യഥാർത്ഥത്തിൽ ഈ ബെഞ്ചമിൻ നെതന്യാഹുവിലൂടെ ലോകം കാണുകയാണ്. ഇപ്പം ശരിക്കും ഇസ്രായേൽ ഒരു അതിശക്തമായ രാഷ്ട്രമായി, അതിശക്തമായ ഒരു ഫ്രീ സ്റ്റേറ്റായി അതിൻ്റെ ഉയർന്നു വരാൻ അവർക്ക് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ വേറൊരു സംഭവം കൂടെ ഈ ഡാൻ ഷിപ്റ്റൺ ഈ വീഡിയോയിൽ പറയുന്നത്, ഇസ്രായേലിനകത്തുള്ള 85% മുസ്ലിങ്ങളും ഹാപ്പിയാണെന്നാണ് പറയുന്നത്. അവരുടെ ഒരു ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ജീവിതമാണ് നയിക്കുന്നത്. ഇസ്രായേലിനകത്തുള്ള ക്രിസ്ത്യൻസും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ജീവിതമാണ് നയിക്കുന്നത്. ഇസ്രായേലിനകത്തുള്ള ജൂസും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ജീവിതമാണ് നയിക്കുന്നത്. ഈ എന്തിനു വേണ്ടിയാണ് അറബ് ഈ പറയുന്ന ബാർബേറിയൻസ് ഇവരോട് യുദ്ധം ചെയ്യുന്നു പറഞ്ഞാൽ, ഇദ്ദേഹം പറയുന്നത് ഈ പറയുന്ന നമ്മൾ യുദ്ധം ചെയ്യുന്നത് മരിക്കാൻ വേണ്ടിയാണ്, ഇത് അള്ളാഹുവിൻ്റെ നാമത്തിൽ മരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ജൂതൻ യുദ്ധം ചെയ്യുന്നത് ജീവിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് മരിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നത് നമ്മൾ വിജയിക്കും എന്നാണ് ഈ ഹമാസ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം ഇവിടെ ജീവിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്ന ഇസ്രായേലീസാണ് ഇപ്പോൾ ജയിച്ചിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റവർ മരിക്കാൻ വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്, ഇസ്രായേലീസ് ജീവിക്കാൻ വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നതാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ യുദ്ധത്തിൽ ഇപ്പം ഇതിൻ്റെ ആകത്തുക എടുത്താൽ ഈ പറയുന്ന ലോകത്താകമാനം ഉണ്ടായ ഒരു ഇസ്രായേലിനെതിരായിട്ടൊരു അഭിപ്രായ വ്യത്യാസം, അതും അദ്ദേഹം ഈ ഡാൻ ഷിപ്റ്റൺ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇസ്രായേലിനുണ്ടായ നഷ്ടം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള ഒരു ഒരു ഒപ്പീനിയൻസ്, ഒരു മോശം ഒപ്പീനിയൻസ് ഇൻ്റർനാഷണൽ തലത്തിൽ ഉയർന്നു എന്നുള്ളത് ശരിയാണ്. അതാണ് ഇസ്രായേൽ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഓക്കുകളും ഇടതുപക്ഷങ്ങളുമാണ്. ഈ ഓക്കുകളും ഓക്കുകളും പ്രോഗ്രസീവുകളും എന്ന് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ലിബറലുകളെ, ഇടതുപക്ഷത്തെ പറ്റി പറയുന്നില്ല, ഓക്കുകളും പ്രോഗ്രസീവും ആയിട്ടുള്ള ആളുകളാണ് അതിന് പ്രധാന കാരണം എന്നാണ് പറയുന്നത്. ഇവരെ സംബന്ധിച്ച് ഈ ഡാൻ ഷിപ്റ്റൺ പറയുന്നത്, ഇവർ 1950, 60 കാലഘട്ടം വരെ ആ കാലഘട്ടത്തിലെല്ലാം തന്നെ ഈ ലെഫ്റ്റ് ലീനിയൻ്റ് ആയിട്ടുള്ള ഈ ഓക്കുകളും ഒക്കെ അടങ്ങുന്ന ഈ ഇത്തരം ചിന്തകരെ പൊതുവിൽ ഇസ്രായേലിൻ്റെ സൈഡിലായിരുന്നു. എന്നാൽ പിന്നീട് കാരണം ഇസ്രായേലിനോട് പക്ഷം ചേർന്നു. അപ്പോൾ ജവഹർലാൽ നെഹ്റു പോലും ഒരു പരിധിവരെ ഇസ്രായേലിൻ്റെ സൈഡായിരുന്നു. ആ ലെഫ്റ്റ് ചിന്തകളെല്ലാം തന്നെ അന്ന് ഇസ്രായേലിൻ്റെ സൈഡായിട്ടായിരുന്നു. പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പം ഈ ഇസ്രായേൽ അമേരിക്കൻ ചേരിയിലായതുകൊണ്ടായിരിക്കണം എന്ന് തോന്നുന്നു, പിന്നീട് ഈ ലെഫ്റ്റുകളെല്ലാം തന്നെ ഈ 60കൾക്കും 80കളൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ലെഫ്റ്റുകൾ കംപ്ലീറ്റ് ഇസ്രായേലിനെതിരായി മാറുകയാണ് ചെയ്ത്. അത് ഇന്നിപ്പം അന്ന് ശരിക്കും റൈറ്റ് വിങ്ങുകൾ, ഇവിടുത്തെ കൺസർവേറ്റീവ് പാർട്ടി, UK കൺസർവേറ്റീവ് പാർട്ടി ആയിരുന്നു ഇസ്രായേലിനെതിരായിട്ടുണ്ടായിരുന്നത്. അന്ന് ലേബർ പാർട്ടി അനുകൂലമായിരുന്നു. കാരണം ഇസ്രായേൽ പാർലമെൻറ്റിൻ്റെ കനാസറ്റിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മെനോറ എന്ന് പറഞ്ഞ വലിയൊരു വിളക്കുണ്ട്. ആ വിളക്ക് ഈ ലേബർ പാർട്ടി സംഭാവന ചെയ്തതാണ്. അപ്പോൾ അന്ന് ആ കാലഘട്ടത്തിൽ ലേബർ പാർട്ടി ഇവർക്ക് സപ്പോർട്ടായിരുന്നു. എന്നാൽ പിന്നീട് കൺസർവേറ്റീവുകൾ ഇവർക്ക് പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ലെഫ്റ്റുകൾ ഇവർക്ക് എതിരായി മാറി. അപ്പം കൺസർവേറ്റീവുകളാണ് ഇപ്പോൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്താണെങ്കിലും ആ വീഡിയോയിൽ വളരെ സമഗ്രമായി അദ്ദേഹം ഇസ്രായേലിൻ്റെ ചരിത്രം പറയുകയും ഇസ്രായേലിൻ്റെ നേട്ടങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ എന്നെങ്കിലും ഒരിക്കൽ ഞങ്ങളെ ഇവർ അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ട് അത് നടക്കുന്നില്ലെന്നും, അത് ഒരിക്കൽ പോലും അവരെ അംഗീകരിക്കാൻ ഇത് കഴിയാത്ത ഇസ്ലാം എന്ന് പറഞ്ഞ കാളകൂട വിഷമാണ് അവരെ നയിക്കുന്നത് എന്നുള്ളതുകൊണ്ട്, അവരെ ആ ബാർബറിസത്തിലേക്ക് നയിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അതിനി ഒരിക്കലും സാധ്യതയില്ല, ഇവരോട് ഇനി യുദ്ധമല്ലാതെ വേറൊരു മാർഗവുമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേലിന് വേറെ ഓപ്ഷനില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്താണെങ്കിലും ഈ അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ ഞാൻ എൻ്റെ അടിയിൽ പോസ്റ്റ് ചെയ്യുന്നു. താല്പര്യമുള്ളവർ കാണുക. നന്ദി. ടോം ജോസ് റീമ്പാട്. എത്ര മിനിറ്റ് ഉണ്ട്?